ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഗോതമ്പ് പൊടി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവരും പറയും വീട്ടിൽ പൊടിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു മയവും ഇല്ല, കല്ല് പോലെ ഇരിക്കും, പപ്പടം പോലെ ഇരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ വീട്ടിൽ തന്നെയാണ് ഗോതമ്പ് പൊടിക്കാറുള്ളത്. ഗോതമ്പ് പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചതിന് ശേഷം അത് നല്ലതുപോലെ പാറ്റിപ്പറക്കി ഒരു 5-6 വെള്ളം നല്ലതുപോലെ കഴുകാൻ പോവുകയാണ്. ഇത് 5 കിലോ ഗോതമ്പുണ്ട്. നല്ലതുപോലെ കഴുകണം. 2 കൈ ഉപയോഗിച്ച് എത്രയും നല്ലതുപോലെ കഴുകാമോ അത്രയും നല്ലതുപോലെ കഴുകിയെടുക്കാം. നമ്മൾ കഴുകുമ്പം തന്നെ അതിന് ആവശ്യമില്ലാത്ത തണ്ടപ്പൊടിയും പൊടിയും അഴുക്കും എല്ലാം അതിന് മേളിൽ വരും. അഞ്ച് വെള്ളം ഞാൻ കഴുകിയിട്ടുണ്ട്. വെള്ളം നല്ല കഴുകി നല്ല വെള്ളം നല്ല തെളിവായിട്ടുണ്ട്. നമുക്കത് കഴുകി വാരി വെക്കാം. അത് കുഴിയുള്ള പാത്രത്തിനകത്തോട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്കത് കഴുകി വാരി എടുക്കാം. ഇടഞ്ഞിടഞ്ഞ് വാരി എടുക്കണം. അവസാനം വരുന്നത് നമ്മളൊന്ന് അരിച്ച് എടുക്കണം, കല്ലൊന്നുമില്ലാതെ. നമുക്ക് ഗോതമ്പ് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗോതമ്പ് നമ്മളെല്ലാം നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പോയി. അപ്പോൾ ആദ്യം ടെറസിലാണ് ഞാൻ കൊണ്ടിട്ട് ഉണക്കുന്നത്. ആദ്യം നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു ബെഡ്ഷീറ്റ് കൊണ്ടൊന്ന് വിരിച്ചിടുക. അതിൻ്റെ മുകളിൽ വേറൊരു തുണിയും കൂടെ, കാരണം നമ്മൾ ടെറസിലൊക്കെ മണ്ണും അഴുക്കൊക്കെ ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് മണ്ണൊക്കെ വീഴും. അപ്പോൾ മുകളിൽ ഒരു തുണി ഇട്ടിരുന്നാൽ നമുക്ക് ആ തുണി മടക്കി എടുത്തിരുന്നാൽ മതി. ഗോതമ്പുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. അപ്പം നല്ല വെയിലാണ്. നല്ലതുപോലെ നിരത്തി ഇട്ട് കൊടുത്താൽ ഇവിടെ കിടന്ന് നല്ലതുപോലെ അങ്ങ് ഉണങ്ങിക്കോളും. ഒരു 5 ദിവസം എങ്കിലും കിടന്നിട്ട് നല്ലതുപോലെ ഉണങ്ങണം. ഓരോ ദിവസവും നമ്മളെടുത്ത് മടക്കി അങ്ങ് വയ്ക്കണം. എത്ര ഉണങ്ങുന്നു നമ്മുടെ ചപ്പാത്തി അത്രയും സോഫ്റ്റും ആയിരിക്കും, ടേസ്റ്റും ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. എല്ലാവരും ഉണക്കി പൊടിക്കുന്നുണ്ട്, പക്ഷേ ഒരുപാട് ദിവസമൊന്നും ഇട്ട് ഉണക്കത്തില്ല. അതാണ് നമ്മുടെ ചപ്പാത്തിക്ക് സോഫ്റ്റ് കാണാത്തത്. ഇട്ടിട്ടങ്ങ് പോയാൽ പറ്റത്തില്ല. നമ്മൾ പോകുന്നതിൻ്റെ പുറകിന് പ്രാവൊക്കെ കയറി വന്നിട്ട് ഇത് കഷ്ടിച്ചൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മൾ ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. നൈസായിട്ടുള്ള ഒരു ഷോള് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. നൈസായിട്ടുള്ള ഒരു ഷോള്, നമുക്ക് ഉപയോഗമില്ലാത്തത് ആയ ഒരു ഷാള് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്താൽ സുഖമായിട്ട് ഇവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും. അപ്പം നമ്മുടെ ഗോതമ്പെല്ലാം നല്ലതുപോലെ ഉണക്കി നമ്മളിതിപ്പം പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 5 ദിവസം കിടന്ന് നല്ലതുപോലെ ഉണങ്ങിയ ഗോതമ്പാണിത്. എത്രയും നമ്മൾ ഉണക്കുന്നോ ചപ്പാത്തി അത്രയും സോഫ്റ്റ് ആയിരിക്കും. എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും. നമ്മൾ ഉണക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ പാറ്റി പറക്കി അതിനകത്ത് എന്തെങ്കിലും കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം വേണം പൊടിക്കാനായിട്ട്. ഇനി നമ്മൾ തന്നെ വീട്ടിൽ നല്ല വൃത്തിയാക്കി എടുത്തത് കൊണ്ട് ഇനി ഇത് പ്രത്യേകിച്ച് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റെല്ലാം അതേപോലെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ചെയ്യുക. കടയിൽ നിന്നൊക്കെ പൊടി വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ഉണക്കിപ്പൊടിച്ച് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റും ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.